Hi everyone, welcome back to Type Plus Training Solutions. So, നമ്മുടെ question discussion series അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. Okay. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 41st question ആണ്. 41ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സുമേഴുത് കീജിയെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ചില സമയത്ത് രചനകളും രചനാകാറുമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അല്ലെ ഇയേഴ്സ് ആയിരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് രചനയും രചനാകാറുമാണ്. നോക്കാട്ടോ, ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്നെ അപ്നെ പിഞ്ചരെ, ചപ്പർ, അച്ചൂത് കി ശിക്കായത്, മജ, ജയ്മാച്ചി, ചിത്രകഥ. ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ രചനാകാർ ഇൻ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശാന്താബായ് ഖാംപ്ലെ, ജയപ്രകാശ് ഖർദം, ഖീറാ ഢോം, മോഹൻദാസ് നൈമിശ്രായ്. ദളിത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളാണ് കേട്ടോ. എല്ലാം നമ്മൾ വളരെ റാൻഡമായിട്ടൊക്കെ ഇപ്പൊ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എപ്പോഴും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓപ്ഷൻസ് 4 A3, B1, C2 ആൻഡ് D4. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് A3 6 അല്ല, ബി ആണ്, B2, C1, D4. ആൻഡ് തേർഡ് ഓപ്ഷൻ വരുന്നത് A4, B3, C2 ആൻഡ് D1. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് A3, B4, C2 ആൻഡ് D1. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. A4, B3, C2 ആൻഡ് D1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം രചനാകാറും അവരുടെ ഇമ്പോർട്ടൻസും ഇയറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തത് അപ്നെ അപ്നെ പിഞ്ചരെ ആയിരുന്നു. അപ്നെ അപ്നെ പിഞ്ചരെ മോഹൻദാസ് നൈമിശ്രായുടെയാണ്. अपने अपने पिंजरे प्रसिद्ध दलित साहित्यकार मोहनदास नैमिश्राय द्वारा लिखित एक महत्वपूर्ण आत्मकथा है. वेरी इंपॉर्टेंट ആത്മകഥയാണെന്ന് നോക്കണം. ये हिंदी साहित्य की पहली दलित आत्मकथा मानी जाती है. अगेन മറ്റൊരു ചോദ്യമാണ്, ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ അല്ലെ പ്രഥം ദളിത് ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്നെ അപ്നെ പിഞ്ചരയാണ്. जो 2 खंडों में 1995 2001 അങ്ങനെ 2 പാർട്ടായിട്ട് പ്രകാശിत हुई थी. इस रचना में लेखक ने दलित जीवन की कठोर सच्चाइयां, भेदभाव और सामाजिक संघर्षों का वर्णन किया है. ഈ രചനയിലെ ലേഖക് ദളിത് ജീവൻ അല്ലെ ദളിത്സ് അനുഭവിക്കേണ്ടി വരുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ഭേദഭാവം അല്ലെ അങ്ങനെയുള്ള സാമാജിക സംഘർഷം, സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ വർണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി വെക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രചന കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് ചപ്പർ ആയിരുന്നു. ചപ്പർ ഹിന്ദി के प्रसिद्ध दलित साहित्यकार जयप्रकाश करदम, वेरी इंपॉर्टेंट, द्वारा रचित एक महत्वपूर्ण उपन्यास है. ചപ്പർ ഒരു ഉപന്യാസമാണ്. 1994 में प्रकाशित यह उपन्यास हिंदी दलित साहित्य के शुरुआती और सबसे प्रभावशाली उपन्यासों में से एक मानी जाती है. അതായത് ഹിന്ദി ദളിത് സാഹിത്യം തുടങ്ങുന്ന ദളിത് സാഹിത്യത്തില് ഉപന്യാസിന്റെ രചനകളിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എഴുതിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപന്യാസമാണ് 1994 ചപ്പർ എന്ന് പറയുന്ന ജയപ്രകാശ് കർദത്തിന്റെ ഉപന്യാസം. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഒന്ന് ആത്മകഥയാണ്, മറ്റൊന്ന് ഉപന്യാസമാണ്, ദളിത് സാഹിത്യമാണെന്ന് മാത്രം. ഇനി അച്ചൂത് കി ശിക്കായത്താണ്. 1914 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഖീറാ ഢോം ദ്വാരാ രചിത ഐതിഹാസിക് ഭോജ്പൂരി കവിത ഹെ. എഗെയിൻ ലളിത് സാഹിത്യത്തിൽ ഒരു ഭോജ്പൂരി കവിതയാണ്. से हिंदी दलित साहित्य की पहली कविता मानी जाती है. ഇതെല്ലാം ദളിത് സാഹിത്യത്തിലെ ആദ്യം എഴുതിയിട്ടുള്ള ആദ്യ ആത്മകഥ, ആദ്യ ഉപന്യാസ്, ആദ്യ കവിത അല്ലെ. यह कविता तत्कालीन समाज में दलितों के साथ होने वाले अमानवीय व्यवहार, इनह्यूमन ആയിട്ടുള്ള बिहेवियर which has happened among the दलित people, छुआछूत, अनटचेबिलिटी और शोषण के खिलाफ एक मर्मस्पर्शी शोक गीत अല്ലെ ഒരു ശോക ഗീതാണ്. जो सीधे भगवान और सरकार से सवाल करते हैं, ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് കേട്ടോ. ദൈവത്തിനോട് അല്ലെ ചോദ്യം ചെയ്യുന്ന ദളിതർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവിത. സോ ലാസ്റ്റ് വൺ വരുന്നത് മാഞ്ചിയ ജൽമാച്ചി ചിത്രകഥ. ये प्रसिद्ध मराठी आत्मचरित शांताबाई कृष्णाजी ഖാംപ്ലെ യാനി ലിഹല്ലെ ആഹി. അവരുടെ രചനയാണ്. ഇതിൽ കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഹേ ദളിത് സാഹിത്യ പ്രകാർത്തിയിലെ മഹിളാ ലേഖിക കെ
ഓക്കെ, ഇത് ദളിത് സാഹിത്യത്തിലെ തന്നെ ഒരു മഹിളാ ലേഖികയായിട്ടുള്ള അവരുടെ രചനയാണ് ഭാരതീയ ആത്മചരിത് മാൻതേ ഹെ. ഓക്കെ, ആ ഒരു രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, 42ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകണം. ഇൻമേ സെ കൗൻ ഗോരഖ്നാഥ് കെ ശിഷ്യ മാനി ജാത്തെ ഹെ. ഈ ഒരു ചോദ്യം 2 പ്രാവശ്യം, അതായത് സഹി മിലാനായിട്ടും അല്ലെങ്കിൽ സഹി മിലാൻ അല്ല, സഹി പ്രസ്താവ് ചുൻകർ ലിഖി എന്ന് പറഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അധികാരിലെ നമ്മുടെ ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് എന്ന് പറയുന്ന നാഥ് സാഹിത്യത്തിലെ വ്യക്തികളും അവരുടെ രചനകളും ഗുരുവായാലും ശിഷ്യരായാലും ആ രീതിയിലൊക്കെ കേട്ടോ. അപ്പൊ ഇതിൽ ഗോരഖ്നാഥിന്റെ ശിഷ്യ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചർപതിനാഥ്, കാനിഫ്നാഥ്, ജലന്ധർനാഥ്, ഉപരോക്ത് സഭി. ഇതിൽ ഏതാണ് ഗോരഖ്നാഥിന്റെ ശിഷ്യനായിട്ട് വരുന്നത്? നാഥ സമ്പ്രദായ നാഥോം കി സംഖ്യ കിത്നി ഹേ? എത്രയാണ് നാഥന്മാരുടെ സംഖ്യ? 9 അല്ലെ? നോക്കാം. ഉത്തരം വരുന്നത് ഉപരോക്ത് സഭി. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ ഗോരഖ്നാഥിന്റെ ശിഷ്യന്മാരാണ്. ചർപതിനാഥ് ആയാലും കാനിഫ്നാഥ് ആയാലും ജലന്ധർനാഥ് ആയാലും എല്ലാവരും. ഓക്കെ, सो നമുക്ക് നോക്കാം. नाथ परंपरा के अनुसार चरपटीनाथ, जलंधरनाथ, कई संदर्भ में जालंधरनाथ अല്ലെ, ജലന്ധർനാഥും ജാലന്ധർനാഥും കേൾക്കാറുണ്ട്. गोरखनाथ के गुरु भाई या प्रारंभिक गुरु के रूप में आते हैं, लेकिन नाथ परंपरा में वे प्रमुख योगियों में गिने जाते हैं. और कानिफनाथ गोरखनाथ के प्रमुख शिष्यों या നവനാഥ് പരമ്പരയ്ക്ക് അന്തർഗത ആത്തി ഹെ. 9 നാഥന്മാരുടെ ഇടയിൽ വരുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. നോക്കിക്കേ, പിന്നീടുള്ളത് ചർപട്ടിനാഥ് ആണ്. നാഥ് പരമ്പരയ്ക്ക് പ്രമുഖ ശിഷ്യരാണ്. ജലന്ധർനാഥ്, നവനാഥോമി, 9 നാഥന്മാരിൽ एक है जिन्हें गोरखनाथ के शिष्य परंपरा में भी माना जाता है. അദ്ദേഹവും ജലന്ധർനാഥും ഈ 9 പേരിലുള്ള ഒരാളാണ് ഗോരഖ്നാഥിന്റെ ശിഷ്യൻ. പിന്നീട് വരുന്നത് കാനിഫ്നാഥ് ആണ്. നവനാഥും കി സൂചി മേ ഷാമിൽ ഹെ. ആ 9 പേരിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഓക്കെ, ഇനി 43ാമത്തെ ചോദ്യം നോക്കാം. ഭാഷ की उत्पत्ति से संबंधित टिंग टांग प्रसिद्ध का प्रतिपादन किसने किया थी? ഭാഷാ കാ ഉത്പത്തി അല്ലെ, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിങ് ടാങ് സിദ്ധാന്ത് ആരാണ്? അതിലെ പ്രതിപാദമായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദ്യം. JS മിൽ, വിൽഹം വൂണ്ട്, മാക്സ് മുള്ളർ, സെസ്യൂർ. ഭാഷാ വിജ്ഞാനം എന്നുള്ളൊരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ആൻസർ വരുന്നത് മാക്സ് മുള്ളർ ആണ് കേട്ടോ. പ്രശസ്ത വിജ്ഞാനകാരത്തിലുള്ള മാക്സ് മുള്ളർ ആണ് ഈ ടിങ് ടോങ് സിദ്ധാന്തിന്റെ പ്രതിപാദനായിട്ട് അറിയപ്പെടുന്നത്. എന്താണ് നോക്കാം. ടിങ് ടോങ് സിദ്ധാന്ത്. ഭാഷ की उत्पत्ति से संबंधित टिंग टोंग सिद्धांत का प्रतिपादन अथवा समर्थन प्रसिद्ध जर्मन भाषाविद മാക്സ് മുള്ളർ ने किया है. ഈ സിദ്ധാന്ത് के अनुसार, ഈ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ, आदिम मनुष्य में बाहरी वस्तुओं के प्रभाव से ध्वनि उत्पन्न करने की एक सहज प्रवृत्ति थी, जिसे उन्होंने टिंग टोंग सिद्धांत का नाम दिया है. ഈ ടിങ് ടോങ് സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ മാക്സ് മുള്ളർ പറയുന്നത് ഈ മനുഷ്യരിൽ അല്ലെ, ഈ മനുഷ്യർക്ക് വളരെ ഇനീഷ്യലായിട്ട് തന്നെ ജനിച്ച അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് മുതൽ തന്നെ ബാഹരി വസ്തുവും നമ്മുടെ ഈ ഔട്ടർ വേൾഡിലുള്ള സാധനങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് ധ്വനി ഉത്പന്നിക്കാരനെ അല്ലെ, ഈ ശബ്ദമുണ്ടാക്കാനുള്ള ഒരു സഹജ് പ്രവൃത്തി, അങ്ങനെ ഒരു ബിഹേവിയർ നമുക്ക് ഇൻബോൺ ആയിട്ട് നമ്മൾ ഉണ്ടായ ആദിമ അല്ലെ കാലഘട്ടം മുതൽ നമുക്കുണ്ട് എന്നുള്ള ആ ഒരു കഴിവ്, അതിനാണ് ഈ ടിങ് ടോങ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നമ്മുടെ മാക്സ് മുള്ളർ പറയുന്നത്. അങ്ങനെ കുറെ അധികം സിദ്ധാന്തങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. 44ാമത്തെ ഒരു അഗൈൻ വേറെ സിദ്ധാന്താണ് യോഹേഹോ സിദ്ധാന്ത്. യോഹേഹോ സിദ്ധാന്ത് के अनुसार ഭാഷा की उत्पत्ति किस कारण से हुई. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതൊന്നും കാണാതെ പഠിക്കേണ്ടാത്ത ഏരിയാസ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോർഷൻസ് ആണ്. അപ്പം യോഹേഹു സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? सामूहिक श्रम के दौरान प्रयुक्त ध्वनियों से, पशुओं की आवाज की नकल से, प्राकृतिक ध्वनियों से, ഭാവാത്മക് വിസ്ഫോടൻ से, ഇതിൽ എന്തുകൊണ്ടാണ് ഭാഷയ്ക്ക് ഉത്പത്തി ഉണ്ടായിട്ടുള്ളത്? സാമൂഹിക ശ്രമ കാരണമാണോ, പശുവിന്റെ ആവാസിനെ നക്കൽ ചെയ്തത് കൊണ്ടാണോ, പ്രാകൃതിക് ധ്വനികൾ കൊണ്ടാണോ, ഭാവാത്മക് വിസ്ഫോടനം കൊണ്ടാണോ? ഓക്കെ,
എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സാമൂഹിക് ശ്രമ കെ ദൗറാൻ പ്രയുക്ത ധ്വനിയോം സെ. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. നോക്കാം എന്താണ് തിയറി എന്നുള്ളത്. യോ ഹേ ഹോത് സിദ്ധാന്ത് के अनुसार मानव भाषा की उत्पत्ति सामूहिक श्रम दैट इज कोऑपरेटिव लेबर अതാണ് सामूहिक श्रम എന്ന് പറഞ്ഞത് के दौरान प्रयुक्त ध्वनियों से हुई है. इस सिद्धांत के अनुसार भारी काम करते समय सांस लेने या शारीरिक प्रयास से निकलने वाली लयबद्ध ध्वनियों जिसे ह हे हो धीरे धीरे व्यवस्थित भाषा के रूप में विकसित हुई. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലേബേഴ്സ് ചെയ്യും അല്ല കാര്യം നമ്മൾ പ്രവൃത്തികൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ശബ്ദം, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവുകയും ഇനീഷ്യലി അതിനുശേഷം അത് വ്യവസ്ഥിതമായി സിസ്റ്റമാറ്റിക് ആയിട്ട് മാറുകയും അതിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളതാണ് ഈ സാമൂഹിക് ശ്രം സിദ്ധാന്തത്തിൽ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ യോ ഹേ ഹോ തിയറിയിൽ പറയുന്നത്. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണെന്ന് വിചാരിക്കാൻ കേട്ടോ. 45ാമത്തെ ഒരു ചോദ്യം. വാധായൻ വെബ്സൈറ്റ് മുഖ്യ രൂപ സെ കിസ്കെ ലിയെ പ്രസിദ്ധ ഹെ. ഇത് നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഹിന്ദി കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വാധായൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ത് കാര്യത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? വിജ്ഞാപൻ സേവ കെ ലിയെ അഡ്വർടൈസിംഗ്, സർക്കാരി യോജനാവും കെ ലിയെ ഗവൺമെന്റ് പ്ലാൻസ്, പര്യടൻ ജാൻകാരി അല്ലെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട്, പ്രവാസി ഹിന്ദി ലേഖകം കെ ലിയെ പ്രവാസി ഹിന്ദി ലേഖകന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് വാധായൻ അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. പ്രവാസി ഹിന്ദി ലേഖകം കെ ലിയെ പ്രസിദ്ധ വെബ്സൈറ്റ് ആണ് നമ്മുടെ വാധായൻ എന്ന് പറയുന്നത്. വാധായൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഓപ്പൺ എയർ അല്ലെ കാറ്റ് വരുന്ന ആ ഒരു വാധായൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. വാധായൻ വിശേഷിക്കർ വാധായൻ UK, മെയിൻലി വാധായൻ UK എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. वेबसाइट अंतरराष्ट्रीय स्तर पर हिंदी भाषा साहित्य संस्कृति और कला के प्रचार प्रसार के लिए प्रसिद्ध है. यह मंच वैश्विक हिंदी परिवार के अनुसार वरिष्ठ लेखकों, कवियों और कलाकारों को जोड़ता है और हिंदी त्रैमासिक पत्रिका वाधायनम का प्रकाशन भी करता है. ഹിന്ദിയിലെ ത്രൈമാസിക് 3 മാസം കൂടുമ്പോൾ ഇറക്കുന്ന വാധായനം എന്ന് പറയുന്ന പത്രികയും ഇവരുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്, ഈ ഒരു പ്രവാസി അസോസിയേഷന്റെ അണ്ടറിൽ. ഓക്കെ, 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ പത്മാകർ കിസ് രീതികാലീന പ്രവൃത്തിക്ക് കവി ഹെ. പത്മാകർ നമുക്കറിയാം രീതികാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് രീതിബദ്ധ, രീതി സിക്ത, രീതി മുക്ത, അതുപോലെ തന്നെ രീതികാലീന പ്രവൃത്തികളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പം ഇതിലെ പത്മാകർ എന്ന് പറയുന്ന ലേഖക് ഏത് രീതികാലീന പ്രവൃത്തിയിലെ കവിയാണ്? ഓപ്ഷൻ എ വരുന്നത് ശൃംഗാരിക്, ഓപ്ഷൻ ബി വീരഗാഥാത്മ, ഓപ്ഷൻ സി വരുന്നത് നീതികാവ്യ ആൻഡ് ഡി വരുന്നത് കരുണരസ്. ശൃംഗാരിക്, വീരഗാഥാത്മക്, നീതികാവ്യ, കരുണരസ്. സോ ആൻസർ വരുന്നത് പത്മാകർ ഒരു ശൃംഗാരിക് കവിയാണ്. ശൃംഗാരിക് പ്രവൃത്തി ഉള്ള ഒരു കവിയാണ്. നമുക്കറിയാം ശൃംഗാരികത രീതികാലീന പ്രവൃത്തികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. രീതികാലീനില് ശൃംഗാരികത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ അത് ആരുടെയാണ്? പത്മാകർ ആ ഒരു ഫീൽഡിൽ വരുന്ന അല്ലെങ്കിൽ ശൃംഗാരിക് രചന എഴുതുന്ന ഒരു കവിയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് നോക്കാം. പത്മാകർ വർഷം നോക്കി വെക്കാം. 1753 മുതൽ 1833 വരെയാണ് അദ്ദേഹത്തിന്റെ पीरियड വരുന്നത്. मुख्य रूप से रीतिकाल के श्रृंगारिक और रीतिबद्ध प्रवृत्ति के सर्वश्रेष्ठ कवि माने जाते हैं. നോക്കൂ, ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ ഇങ്ങനെ ആയിരിക്കും, രീതിബദ്ധ, രീതി സിദ്ധ, രീതി മുക്ത തന്നിട്ട് അതിൽ ഏതാണെന്നാണ്. ചില സമയത്ത് വീണ്ടും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇപ്പൊ പ്രീവിയസ് ഓപ്ഷൻ കണ്ടില്ല അതുപോലെ. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ആൻസർ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം കേട്ടോ. വേ രീതികാൽ के अंतिम सबसे प्रसिद्ध कवि थे जिन्होंने अपनी रचनाओं में व्रजभाषा के माधुर्य के साथ श्रृंगार, वीर और भक्ति रस का अनूठा मिश्रण किया है. അപ്പം അദ്ദേഹം രീതികാലീന അല്ലെ എൻ്റെ ആ ഒരു എൻഡിലുള്ള കവിയാണ്. തൻ്റെ രചനയിൽ വ്രജഭാഷ ഉപയോഗിച്ചിട്ട് ശൃംഗാർ, വീർ ഓർ ഭക്തി രസിന്റെ ഒരു മിശ്രണം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ
പത്മാകർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വ്രജഭാഷ. ജിന്മേം ശൃംഗാർ രസ്കി പ്രധാനത രഹി. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു വീരഭക്തി ഒക്കെ, പക്ഷെ എന്നാലും കൂടുതലായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ രീതി ബദ്ധാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ശൃംഗാരികതയ്ക്കാണ് മച്ച് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ ഹി ഹാസ് റിട്ടൺ ഇൻ വീർ ഓർ ഭക്തി. ആ രീതിയിൽ നമ്മൾ ടു ദ പോയിന്റ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. കുറെ ഓപ്ഷൻസ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയാൽ പോകും. അടുത്തത് നോക്കാം. 47ാമത്തെ ചോദ്യം. രീതി സിദ്ധ കവിയുമേം പ്രായ കോൺസി थी? സോറി, രീതി സിദ്ധ കവിയും की ഭാഷ പ്രായ കോൺസി थी? ഭാഷയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞൊരു രീതികാലിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. രീതികാല് അല്ലെ നമ്മൾ രീതി സിദ്ധ, രീതി ഭക്ത, രീതി മുക്ത എന്നുള്ള കവികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രീതി സിദ്ധ കവികളുടെ ഭാഷ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അവധി, ബി വ്രജം, സി ഖടി ബോലി, പിന്നെ മൈഥിലി. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്കെ, ആൻസർ നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വ്രജഭാഷയാണ് കേട്ടോ. രീതി സിദ്ധ കവികളുടെ ഭാഷ മെജോറിറ്റിയും വ്രജഭാഷയാണ്. രീതി സിദ്ധ കവിयों की मुख्य भाषा व्रजभाषा, ऑप्शन बी ആണ്. रीतिकाल में श्रृंगारिक रचनाओं के लिए व्रजभाषा की कोमल और सरस प्रवृत्ति को सबसे उपयुक्त माना जाता था, इसलिए रीति सिद्ध कवियों ने इसी भाषा को प्रधानता थी. അപ്പോൾ നമ്മൾ പറഞ്ഞത് വ്രജഭാഷ അല്ലെ ശൃംഗാരികത രീതി സിദ്ധ കവികളുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ ആ ഒരു കോമളത അല്ലെങ്കിൽ ആ സരസ് പ്രവൃത്തികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭാഷ അല്ലെങ്കിൽ രീതി സിദ്ധ കവികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ വ്രജഭാഷയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. സോ ആ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 48ാമത്തെ ചോദ്യമാണ് ഇത്. സുമേലിത് കീജിയെ അഗെയിൻ നമ്മൾ പറഞ്ഞു അല്ലെ, എപ്പോഴും സുമേലിത് കീജിയുടെ ചോദ്യം സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. ഇവിടെ ഒരു സൈഡില് അരുൺ കമൽ, മാനേജർ പാണ്ഡെ, നവ്വർ സിംഗ്, ഹസാരി പ്രസാദ് ദ്വിവേദി 4 റൈറ്റേഴ്സിന്റെ പേരാണ്. ഓപ്പോസിറ്റ് അവരുടെ ആലോചനാത്മക ഗ്രന്ഥങ്ങളാണ് കേട്ടോ. മാർക്സ്വാദ് और साहित्य, आलोचना के नए धरातल, ഹിന്ദി സാഹിത്യ की ഭൂമിക, കവിത के नए प्रतिबन. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചർച്ച ചെയ്തായിട്ടുള്ള രചനകളാണ്. ഫൈൻ, ഉത്തരം നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് 4 A1, B2, C4, D3. ഇതൊക്കെ ബി ആണ് കേട്ടോ. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആണ്. A3, B2, C1, D4. C ഓപ്ഷൻ A4, B3, C2, D1. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് A3, B4 ആൻഡ് C2, D1. ഇതാണ്. ഇങ്ങനെയാണ് 4 വികല്പം നമുക്ക് വരുന്നത്. ഇതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. A1, B2, C4 ആൻഡ് D3. ഓക്കെ, എ അരുൺ കമൽ ആയിരുന്നു അല്ലെ. അരുൺ കമൽ മാർക്സ്വാദ് और साहित्य കറക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് മാനേജർ പാണ്ഡെ ആണ്, അതും സെയിം തന്നെ. ആലോചന കെ നയേ ധരാതൽ. ആൻഡ് ഓപ്ഷൻ സി ആയിട്ട് വന്നത് നവ്വർ സിംഗ് ആണ്, കവിത കെ നയേ പ്രതിബൻ. വെരി ഇമ്പോർട്ടന്റ് ആലോചനാത്മക ഗ്രന്ഥമാണത്. ഇനി ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഹിന്ദി സാഹിത്യ ഭൂമിക, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളാണ് കേട്ടോ. എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ നമ്മുടെ ഈ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെയും അതുപോലെ തന്നെ നവ്വർ സിംഗിന്റെയും ഈ പറഞ്ഞ ഹിന്ദി സാഹിത്യക്ക് ഭൂമികയും കവിത കെ നയേ പ്രതിമാനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിഹാസ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹിന്ദി സാഹിത്യക്ക് ഭൂമിക നമ്മൾ പഠിക്കാറുണ്ട്. സോ ദാറ്റ് വാസ് ഇമ്പോർട്ടന്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ അടുത്തൊരു ചോദ്യം, 49ാമത്തെ ചോദ്യം. ഛായാവാദ ശബ്ദ കാ പ്രयोग सबसे पहले किसने किया? ഈ ഒരു ചോദ്യം കാണുമ്പോൾ കുറേ വ്യക്തികളിൽ കൺഫ്യൂഷൻസ് വരാറുണ്ട്. നമ്മൾ ഛായാവാദ് എന്ന പേര് കൊടുത്തത് അല്ലെങ്കിൽ ഛായാവാദിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന വ്യക്തിയുടെ ഓപ്ഷൻ ഇതിലില്ല അല്ലെ, നമ്മുടെ മുകുടധർ പാണ്ഡെ. പക്ഷെ അദ്ദേഹം ഓപ്ഷനിലില്ല. നമ്മുടെ ഓപ്ഷൻസിൽ വരുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദി, രാജേന്ദ്ര സിംഗ് ബെഹ്ലർ, നന്ദദുലാരെ വാജ്പേയി, ഡോക്ടർ രാംകുമാർ വർമ്മ. ഈ 4 പേരും ഛായാവാദുമായി റിലേറ്റഡ് ആയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. സോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഒന്ന് തിങ്ക് ഔട്ട് ചെയ്ത് നോക്കൂ. ഹസാരി ആണോ, രാജേന്ദ്ര സിംഗ് ബെഹ്ലർ ആണോ, ഡോക്ടർ നന്ദദുലാരെ വാജ്പേയി ആണോ, അതോ രാംകുമാർ വർമ്മയാണോ? നോക്കാം. ഉത്തരത്തിലേക്ക് പോകുന്ന സമയത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി നന്ദദുലാരെ വാജ്പേയി ആണ് കേട്ടോ. ഛായാവാദ് ശബ്ദത്തിന്റെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസിൽ നന്ദദുലാരെ വാജ്പേയി ആണ്. നോക്കൂ, അത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഛായാവാദ് ശബ്ദക്ക് പ്രഥം പ്രയോക്ത കെ റൂപ് में ആക്ച്വലി നമ്മൾ പഠിക്കാം മുകുടധർ പാണ്ഡെ को स्वीकार किया जाता था.
उन्होंने वर्ष 1920 में जबलपुर से प्रकाशित होने वाली पत्रिका श्री शारदा में हिंदी में छायावाद शीर्षक से 4 किस्तों में एक लेखमाला प्रकाशित की है. 1920 ശ്രീ ശാരദ പത്രികയിൽ നമ്മുടെ പാണ്ഡെ ഹിന്ദി മീൻ ഛായാവാദ് എന്ന പേരിൽ ഒരു ബുക്ക് പ്രകാശനം ചെയ്തിട്ടുണ്ട്, ലേഖമാല. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഛായാവാദ് എന്നുള്ള ശബ്ദം യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ആസ് മുകുടധർ പാണ്ഡെ. പക്ഷെ നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീഴിൽ വന്നിട്ടുള്ളത് നന്ദുലാരി വാജ്പേയി ആണ് കേട്ടോ. ഇനി പ്രസാദ് എന്താണ് നമ്മുടെ ഛായാവാദിനെ പറഞ്ഞിട്ടുള്ളത്? ഇനിയും ഛായാവാദ് കാ ജനക് യാ പ്രവർത്തക് മാനാ ജാതാ ഹെ, വിശേഷ്കർ ഉൻകി കൃതി ചർണ, വെരി ഇമ്പോർട്ടൻറ്റ്, 1918 അദ്ദേഹത്തിന്റെ ചർണ സേ ഇസ് യുഗ് കി ശുരുവാത്ത് മാനി ജാതി ഹെ. അപ്പം പ്രസാദിന്റെ ചർണ എന്ന് പറയുന്ന രചനയിൽ നിന്നാണ് ഛായാവാദിന്റെ ശുരുവാത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നന്ദദുലാരി വാജ്പേയി इन्होंने छायावाद को आध्यात्मिक छाया का भाव कहकर परिभाषित किया और प्रसाद पंत एवं निराला को छायावाद की बृहत्रयी के रूप में प्रतिष्ठित किया. അത് നമുക്ക് ഇവിടുന്ന് വേറെ ചോദ്യം കിട്ടെ അല്ലെ. ഛായാവാദിന്റെ ബൃഹത്രയികൾ ആരൊക്കെയാണ്? പ്രസാദ്, പന്ത്, നിരാല അല്ലെ. ചതുർസ്തംഭകൾ ആരൊക്കെയാണ്? പ്രസാദ്, പന്ത്, നിരാല, മഹാദേവി വർമ്മ, ആധുനിക് മീര എന്നറിയപ്പെടുന്ന മഹാദേവി വർമ്മേനും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ബൃഹത്രയും ലഘുത്രയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് പറഞ്ഞത് നന്ദുലാരി വാജ്പേയി ആണ്. ആധ്യാത്മിക് ഛായ കാ ഭാവ് എന്ന് പറഞ്ഞതും നന്ദുലാരി വാജ്പേയി ആണ് കേട്ടോ. ഓക്കെ, ഇനി ഹസാരി പ്രസാദ് ദ്വിവേദി എന്താണ് പറഞ്ഞത്? ഇനോനെ ഛായാവാദ് കോ എക് സാംസ്കൃതിക് ആന്തോളൻ കെ രൂപമേം ദേക്ക. ഒരു സാംസ്കൃതിക് ആന്തോളൻ എന്നുള്ള രീതിയിലാണ് ഛായാവാദിനെ ഹസാരി പ്രസാദ് ദ്വിവേദി കണ്ടിട്ടുള്ളത്. ആൻഡ് ഹൗ അബൌട്ട് रामकुमार वर्मा? इन्होंने छायावाद की व्याख्या करते हुए कहा कि जब परमात्मा की छाया आत्मा में और आत्मा की छाया परमात्मा में पड़ती लगती है वही है छाया. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ആരാണ് ഈ കഥൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ആത്മാ പരമാത്മ എന്നുള്ള വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുക. ദാറ്റ് ഇസ് രാംകുമാർ വർമ്മയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഛായാവാദുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർക്കാം. ഫൈൻ. സോ ഈ സെക്ഷനിലെ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏക് അനാർ സൗ ബിമാർ കാ അർത്ഥ ഹേ. ഇതൊരു ലോകോക്തിയാണ് കേട്ടോ. ഏക് അനാർ സൗ ബിമാർ, അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ മീനിങ്? സബ്കോ അനാർ പസന്ദ് ഹെ. എല്ലാവർക്കും അനാർ ഇഷ്ടമാണ്. ചീസ് കം ഓർ ചാഹ്നെ വാല ജ്യാദ. കുറച്ച് സാധനമേ ഉള്ളൂ, പക്ഷെ കുറേ ആൾക്കാർക്ക് വേണം. അനാർ മഹങ്കാ ഹെ. അനാർ ഭയങ്കര വാല്യുബിൾ ആണ്. അനാർ ഖാനെ സെ ബീമാരി ദൂർ ഹോ ജാതാ ഹെ. അനാർ കഴിച്ചാൽ ബീമാരി ദൂരെ പോകും അല്ലെ. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും. ഏക് അനാർ സൗ ബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാർ വെച്ച് 100 ബിമാറായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിമാറിന് ആവശ്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏക് ചീസ് അല്ലെങ്കിൽ ചീസ് കം ഓർ ചാഹ്നെ വാല ജ്യാദ. സാധനം കുറവും കിട്ടേണ്ട ആൾക്കാർ കൂടുതൽ. ഇങ്ങനെ വരുന്നതിലാണ് നമ്മൾ ഏക് അനാർ സൗ ബിമാർ എന്ന് പറയുന്ന ഒരു ലോകോക്തി ഉപയോഗിക്കുക കേട്ടോ. അപ്പം ലോകോക്തികളും മുഹാവരയും ലോകോക്തികളും എത്ര പഠിച്ചാലും തീരാത്തത്ര ഉണ്ട്. പക്ഷെ നമ്മളിതൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് അതിന്റെ വേർഡ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ഈ ലോകോക്തികളൊക്കെ നമ്മൾ പിന്നെ കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് മലയാളം മീനിങ് ഒക്കെ മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. സോ നോക്കൂ, एक अनार सौ बीमार का अर्थ वस्तु कम हो और उसे चाहने वाला महंगा बहुत अधिक हो. അല്ലെ, കുറേ ആളുകൾക്ക് ഈ ഒരു സാധനം വേണം, പക്ഷെ കണ്ടന്റ് നമ്മുടെ കുറവാണ്. यह लोकोक्ति तब प्रयोग की जाती है जब एक ही पद वस्तु या अवसर के लिए कई दावेदार होता है. ഒരു സാധനത്തിന് വേണ്ടി കുറേ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലോകോക്തി ഉപയോഗിക്കാറ് അല്ലെ. ഒരു കാര്യത്തിന് വേണ്ടി കുറേ ആളുകൾ മുന്നിട്ട് നിൽക്കാണ്, അങ്ങനെയുള്ള സമയത്താണ് നമ്മളിത് പറയാറ് എന്നാണ് ഉള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഫൈൻ. ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് വി ഓൾവേസ് സേസ് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. സോ ഓൾവേസ് ഡു ദാറ്റ്. കണക്ട് ചെയ്ത് പഠിക്കൂ. കീപ് സ്റ്റഡിങ്. സീ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. താങ്ക് യു.